നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഗ്ലോയിങ് ലെമ്മയാണ്. അപ്പം ഗ്ലോയിങ് ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു സെറ്റും ബി എന്ന് പറയുന്നൊരു സെറ്റും കൺസിഡർ ചെയ്തു, എ ആൻഡ് ബി. ഇനി എഫ് എന്ന് പറയുന്നത് അനദർ സ്പേസ് വൈ കൺസിഡർ ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, എക്സ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി കൺസിഡർ ചെയ്താൽ ഈ എയും ബിയും എക്സിൽ ക്ലോസ്ഡ് ആയിരിക്കണം. ഇങ്ങനത്തെ ഒരു സ്പേസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എ ആൻഡ് ബി ആർ ക്ലോസ്ഡ് ഇൻ എക്സ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി. ആൻഡ് എഫ് എന്ന് പറയുന്നത് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഫ്രം എ ടു എ സ്പേസ് വൈ. ആൻഡ് ഇതുപോലെ തന്നെ ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് വൈയിലോട്ടുള്ളൊരു കണ്ടിന്യൂസ് ഫങ്ഷനും. അപ്പോൾ ഈ രണ്ട് ഡിഫറെൻറ്റ് സെറ്റ്സുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷനുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ഈ ഇൻ്റർസെക്ഷനിലുള്ള എല്ലാ പോയിൻറ്റ്സിലും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആയിരിക്കണം. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കണം. അപ്പോൾ എന്തൊക്കെ അസ്യൂം ചെയ്തിട്ടുണ്ട്? എയും ബിയും ക്ലോസ്ഡ് ഇൻ എക്സ് യൂണിയൻ എക്സ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ആണ്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് അനദർ സ്പേസ് വൈയിലോട്ടുള്ള കണ്ടിന്യൂസ് ഫങ്ഷനാണ്. ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് വൈയിലോട്ടുള്ള അതേ സ്പേസ് വൈയിലോട്ടുള്ള കണ്ടിന്യൂസ് ഫങ്ഷനാണ്. ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഈ രണ്ട് ഫങ്ഷൻസിൻ്റെയും വാല്യൂസ് സെയിം ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് റിസൾട്ട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എ ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ബി ആണെങ്കിൽ ഈ ഫങ്ഷൻ എച്ച് എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഫങ്ഷൻ ആയിരിക്കും? എക്സിൽ നിന്ന് വൈയിലോട്ടുള്ള ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് റിസൾട്ട് പറയുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തറിയാം? ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആവാൻ വേണ്ടിയിട്ട് ഇൻവേഴ്സ് ഇമേജസ് ഓഫ് എവറി ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആണെന്നോ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് എവറി ക്ലോസ്ഡ് സെറ്റ് ഈസ് ക്ലോസ്ഡ് എന്നോ പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എച്ച് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷനാണ്. അപ്പോൾ ഇവിടെ എച്ച് കണ്ടിന്യൂസ് ആവാൻ വേണ്ടിയിട്ട് എന്ത് പ്രൂവ് ചെയ്യുമെന്ന് വെച്ചാൽ, ഫോർ എവറി ക്ലോസ്ഡ് സെറ്റ് സി ഇൻ വൈ എച്ച് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് എന്നാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കൺസിഡർ എച്ച് ഇൻവേഴ്സ് ഓഫ് സി വേർ സി ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ഇൻ വൈ. സ്ട്രൈക്ക് ചെയ്തതല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റ് എന്താണ് ആക്ച്വലി വരുന്നത്? വിച്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ എക്സ് സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സ് ആണല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എ യൂണിയൻ എക്സ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇമേജ് അല്ലേ. അപ്പോൾ ഏതിലാണ് നമ്മൾ എച്ച് ഇൻവേഴ്സ് ഓഫ് സി ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എച്ച് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ബിലോങ്സ് ടു സി എന്ന് വരും. നൗ എക്സ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ആണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബിലോങ്സ് ടു എയോ അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു ബിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ സെറ്റിനെ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ബിലോങ്സ് ടു സി യൂണിയൻ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ബി സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ബിലോങ്സ് ടു സി എന്ന് എഴുതാം. ആൻഡ് വിച്ച് ഈസ് ദ യൂണിയൻ ഓഫ് ഓൾ എക്സ് ഇൻ എ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് എക്സിന്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻ സി യൂണിയൻ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ബി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി ആണെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആണ്? ജി ഓഫ് എക്സിന്. അപ്പോൾ ജി ഓഫ് എക്സ് ഇൻ സി എന്നാണ്. ഇനി ഈ എഴുതിയിരിക്കുന്ന സെറ്റ് എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് സി യൂണിയൻ സെക്കൻഡ് വൺ എന്താണ്? ജി ഇൻവേഴ്സ് ഓഫ് സി. ഇതിൽ എഫ് ഇൻവേഴ്സ് ഓഫ് സി കൺസിഡർ ചെയ്യാം. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് വൈയിലോട്ടുള്ള കണ്ടിന്യൂസ് ഫങ്ഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഫങ്ഷൻ ആയതുകൊണ്ട് ഫോർ എനി ക്ലോസ്ഡ് സെറ്റ് സി ഇൻ വൈ എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് എയിൽ ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് ഇൻ എ ആയിരിക്കും.
അപ്പോൾ നമുക്ക് സബ്സ്പേസ് ടോപ്പോളജിയുടെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾക്ക് എന്ത് പറയാം? അപ്പോൾ ഞാൻ ഒരു സ്പേസ് എക്സ് എടുത്തു, വൈ എക്സിൻ്റെ സബ്സ്പേസ് ആണെങ്കിൽ ആൻഡ് സം സെറ്റ് സി വൈയിൽ ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? സി ഇസ് ഈക്വൽ ടു ഡി ഇൻ്റർസെക്ഷൻ വൈ എന്ന് എഴുതാം, വേർ ഡി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്. അപ്പോൾ അത് പ്രകാരം എഫ് ഇൻവേഴ്സ് ഓഫ് സി എയിൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? ദർ എക്സിസ്റ്റ് എ ക്ലോസ്ഡ് സെറ്റ് ഡി ഇൻ എക്സ് സച്ച് ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് സി is equal to ഡി ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഡി എക്സിൽ ക്ലോസ്ഡ് ആണ്. അറ്റ് ഫസ്റ്റ് നമ്മൾ എന്ത് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു? എ ഈസ് എക്സ്, എ ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് എന്ന്. അപ്പോൾ ഡിയും എയും എക്സിൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനും എക്സിൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ആണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? അത് ആ ഒരു ഇൻ്റർസെക്ഷൻ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി ആണ്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമ്മൾക്ക് ജി ഇൻവേഴ്സ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് എന്ന് കിട്ടി. ആൻഡ് ഇതുപോലെ തന്നെ നമ്മൾക്ക് ജി ഇൻവേഴ്സ് ഓഫ് സിയും ക്ലോസ്ഡ് ഇൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സെയിം സ്റ്റെപ്സ് തന്നെ എ എഴുതിയെടുത്ത് ബിയും എഫ് എഴുതിയെടുത്ത് ജിയും എഴുതണം. സെയിം അസംഷൻസും റീസൺസും ഒക്കെ തന്നെ വരുന്നു. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് സിയും ജി ഇൻവേഴ്സ് ഓഫ് സിയും ക്ലോസ്ഡ് ഇൻ എക്സ് ആയതുകൊണ്ട് ദർ യൂണിയൻ ഈസ് ഓൾസോ ക്ലോസ്ഡ് ഇൻ എക്സ്. അപ്പോൾ ഈ ഒരു യൂണിയൻ എക്സിൽ ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. ആൻഡ് ദിസ് യൂണിയൻ ഈസ് ഈക്വൽ ടു എച്ച് ഇൻവേഴ്സ് ഓഫ് സി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? എച്ച് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് എന്ന് പറയാം. ഇത്തരത്തിൽ വൈയിൽ ഏത് ക്ലോസ്ഡ് സെറ്റ് എടുത്താലും അതിൻ്റെ എല്ലാ ഇൻവേഴ്സ് ഇമേജ് എക്സിൽ ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. സോ എച്ച് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഗ്ലൂയിങ് ലെമ്മ ഇതാണ് പറയുന്നത്. നമ്മൾക്ക് കോമൺ പോയിൻറ്റ്സ് വേണം. അവിടെ ആ ഒരു ഫങ്ഷൻസ് ഇക്വേറ്റ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? ആ ഒരു ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫങ്ഷൻ എന്തായിട്ട് വരുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് പുതിയൊരു കാര്യം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതായത് പാത്ത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും രണ്ട് പാത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പാത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എല്ലാ കേസിലും നമ്മൾക്കിത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. എപ്പോഴൊക്കെയാണ് ഇത് പോസിബിൾ ആവുന്നത് നോക്കാം. ലെറ്റ് P1 and P2 be the paths in a space X for which P1 of 1 is equal to P2 of 0. എന്താണ് ഇവിടെ ആക്ച്വലി എടുത്തിരിക്കുന്നത് വെച്ചാൽ, ഞാൻ ഒരു സ്പേസ് എക്സ് എടുത്തു ആൻഡ് P1ഉം P2ഉം എക്സിലുള്ള പാത്താണ്. അപ്പോൾ P1ഉം P2 ഓൾറെഡി എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലോസ്ഡ് 0 ആണല്ലോ. അപ്പോൾ അത് എക്സിലുള്ളത് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? P1 ഓഫ് ക്ലോസ്ഡ് 0 P2 ഓഫ് ക്ലോസ്ഡ് 0 എക്സിൽ കണ്ടെയ്ൻഡ് ആണ്. ആൻഡ് നമ്മൾ വൺ മോർ തിങ് അസ്യൂം ചെയ്യുന്നു. P1ൻ്റെ ടെർമിനൽ പോയിൻറ്റും P2ൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾക്കൊരു പാത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഇമേജ് അല്ലേ വരുന്നത്, കണ്ടിന്യൂസ് ഫങ്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾക്ക് കണ്ടിന്യൂസ് ഫങ്ഷൻ അതിൻ്റെ ഒരു ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോമിലൊക്കെ ആയിരിക്കണം. ഒരു കേവ് കണ്ടിന്യൂസ് ആയിട്ട് കൈയെടുക്കാതെ ഒറ്റ ഇതിൽ വരയ്ക്കാൻ പറ്റുന്ന കേവ്സാണ് വരിക. അപ്പോൾ ഇത് ഞാൻ P1 എടുത്തു. അപ്പോൾ എനിക്ക് P2ൻ്റെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? P1ൻ്റെ ടെർമിനൽ പോയിൻറ്റ് P2ൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് P1ൻ്റെ ടെർമിനൽ പോയിൻ്റ്. അപ്പോൾ അതായിരിക്കണം P2ൻ്റെ ഇനീഷ്യൽ പോയിൻ്റ്. അപ്പോൾ P2 എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു ഫോമിൽ ഇതേ സ്ട്രക്ചർ വരണമെന്നല്ല, അതൊരു കണ്ടിന്യൂസ് കർവ് മാപ്പാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു രീതിയിലായിരിക്കും P2 ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഗ്രാഫിക്കലി നോക്കുന്നേരം തന്നെ നോക്കിക്കേ, P1 അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് P2 വരുന്നു. അതായത് P1ഉം P2ഉം നമ്മൾക്ക് കൈ എടുക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നതും.
അപ്പോൾ P1 of 1 is equal to P2 of 0 ആവുകയാണെങ്കിൽ നമ്മൾക്ക് ദ പാത്ത് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്താണ് ഈ പാത്ത് പ്രൊഡക്റ്റ് എന്ന് നോക്കാം. പാത്ത് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ P1 star P2 and which is the path product of these two paths P1 and P2, and P1 and P2 are two paths in X with one condition, P1 of 1 is equal to P2 of 0. So which is the path product P1 star P2 is a path in X which is defined by P1 star P2t is equal to P1 of 2t for 0 less than or equal to t less than or equal to 1 by 2, and P2 of 2t minus 1 for 1 by 2 less than or equal to t less than or equal to 1. അപ്പോൾ P1 star P2 of t എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ നമ്മൾക്ക് P1 of 2t എന്നെടുക്കും, ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ P2 of 2t minus 1 എന്നെടുക്കും. അപ്പോൾ ഇതാണ് P1 star P2 എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ P1 of 2t എന്ന് പറയുമ്പോൾ നമുക്കെന്താണ് ഈ P1 of 2t എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? 2t അതായത് ആക്ച്വലി ഇവിടെ P1 of 2t എന്ന് പറയുന്നത് രണ്ട് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനാണ്. ഫസ്റ്റ് ഫങ്ഷനായ 2t എന്ത് ചെയ്യും? 0 1 by 2വിനെ ക്ലോസ്ഡ് 0 1ലോട്ട് മാപ്പ് ചെയ്യും, ഓൺ ടു മാപ്പ്. ദെൻ P1 എന്ത് ചെയ്യുന്നു? ഈ ക്ലോസ്ഡ് 0 1നെ എന്താണ് P1 എന്ന് പറയുന്ന ആ പാത്തിലോട്ട് തന്നെ മാപ്പ് ചെയ്യും. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് P1 of 2t എന്ന് എഴുതിയിരിക്കുന്നത്? പാത്ത് P1 മൊത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ P2 of 2t minus 1 എന്ന് പറയുന്നത് എന്താണ്? 2t minus 1 ആക്ച്വലി എന്ത് ചെയ്യും? 1 by 2 1 എന്ന് പറയുന്ന ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനെ ക്ലോസ്ഡ് 0 1ലോട്ട് ഓൺ ടു മാപ്പ് ചെയ്യും, maps on to this closed interval 0 1, and P2 ആ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1നെ P2 എന്ന് പറയുന്ന പാത്തിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന P1 of 2t എന്നും P2 of 2t minus 1 എന്നും പറയുന്നത് ദ ഹോൾ പാത്ത് P1 ഉം P2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ P1 star P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് P1ൽ ഫുൾ ആ ഒരു പാത്ത് കൂടി മൂവ് ചെയ്യുക, ദെൻ P2ലുള്ള പാത്ത് കൂടി മൂവ് ചെയ്യുക. അതായത് ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്നതിൽ ഈ മൊത്തത്തിലുള്ള പാത്ത് തന്നെയാണ് നമ്മൾ P1 star P2 of t ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മൾക്ക് ഈ ഒരു പോയിൻ്റ് 1 by 2ൽ എന്താണ് P1 of 2t എന്തിന് ഈക്വൽ ആവും? P1 of 2t എന്ന് പറഞ്ഞാൽ P1 of 2 into 1 by 2 ആണ്. P1 of 2 into 1 by 2 എന്ന് പറയുമ്പോൾ P1 of 1 എന്ന് വരും. ഇനി ഞാൻ അത് തന്നെ P2 of 2t minus 1 കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് P2 of 2t minus 1 എന്ന് പറയുന്നത് 2 into 1 by 2 minus 1 which is 1 by 2 അല്ലേ? P2 of 1 by 2 തന്നെ വരും. ആൻഡ് P2 of 0 വരും, P2 of 0 വരും. അപ്പോൾ P2 of 0 എന്ന് പറയുന്നു, ഇവിടെ P1 of 1. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ P1 star P2 എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ കർവ് മൊത്തത്തിലുള്ളത് തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ് എന്നത് നമുക്ക് ഗ്ലൂയിങ് ലെമ്മ വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഗ്രാഫിക്കലി കാണിച്ചുവെങ്കിലും നമ്മൾ ഗ്ലൂയിങ് ലെമ്മ വെച്ചിട്ട് ഇത് പറയാൻ പറ്റും. കാരണം എന്തെടുക്കുക? A ഈക്വൽ ടു ക്ലോസ്ഡ് 0 1 by 2 എന്നെടുക്കുക, B ഈക്വൽ ടു ക്ലോസ്ഡ് 1 by 2 1 എന്നെടുക്കുക. അപ്പോൾ നമ്മൾക്ക് A യൂണിയൻ B എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ്ഡ് 0 1 ആണ്. ആൻഡ് ദീസ് ടു സെറ്റ്സ് ആർ ക്ലോസ്ഡ് ഇൻ ദിസ് ഇൻ്റർവെല്ലും ആണ്. അപ്പോൾ ഇവിടെ എന്തെടുക്കുക? F1 ആയിട്ട് P1 of 2t എന്നെടുക്കുക, F2 ആയിട്ട് P2 of 2t minus 1 എടുക്കുക.
അപ്പോൾ ഇങ്ങനെ ഫങ്ഷൻസ് F1 F2 അല്ല, നമ്മൾ Fഉം ചെയ്യും. അപ്പോൾ F ആയിട്ട് P1 ഓഫ് 2Tയും G ആയിട്ട് P2 ഓഫ് 2T മൈനസ് 1 എടുക്കുക. അപ്പോൾ നമ്മൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ എഫിൻ്റെയും ജിൻ്റെയും ഡൊമൈനായ എയും ബിയും എ യൂണിയൻ ബിയിൽ ക്ലോസ്ഡ് ആണ്. ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതൊക്കെയാണ്? എയും ബിയും. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 1/2 ആണ്. ആൻഡ് ആ ഒരു 1/2ൽ നമ്മൾക്ക് എന്താണ് ഈ രണ്ട് ഫംഗ്ഷൻ്റെയും വാല്യൂ ഈക്വൽ ആണെന്ന് കൂടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പാത്തുകളാണ് നമ്മൾ P1 P2 കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർസെക്ഷനിലുള്ള പോയിൻറ്റ്സിൽ ഈ രണ്ട് ഫങ്ഷൻസിൻ്റെ വാല്യൂസ് കോയിൻസൈഡ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താണ് ഈ P1 സ്റ്റാർ P2 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എച്ചിന് പകരം ഗ്ലൂയിങ് ലെമ്മയിൽ എടുത്തിരുന്ന എച്ചിന് പകരം വരും. അപ്പോൾ അവിടെ എച്ച് കണ്ടിന്യൂസ് ആണ് ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ P1 P2 എല്ലാം ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താണ് P1 സ്റ്റാർ P2 ഓഫ് T എന്ന് പറഞ്ഞ് നമ്മളിപ്പം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷൻ ഇൻ ടോട്ടൽ എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഫ്രം ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ടു ദ സ്പേസ് എക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇതും ഒരു പാത്താണ്, ഇപ്പം ഡിഫൈൻ ചെയ്തിരിക്കുന്നതും ഒരു പാത്ത് തന്നെയാണ്. അപ്പോൾ ഏത് രണ്ട് പാത്ത് എടുത്താലും അതിലൊരു പാത്തിൻ്റെ ടെർമിനൽ പോയിൻ്റ് രണ്ടാമത്തെ പാത്തിൻ്റെ ഇനീഷ്യൽ പോയിൻ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് ആ രണ്ട് പാത്തിനെയും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു പാത്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ P1 സ്റ്റാർ P2 നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് തിയറമാണ് തിയറം 5.12. തിയറം 5.12. Every open connected subset of Rn is path connected. നമ്മൾ മുൻപേ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്താണ് എല്ലാ പാത്ത് കണക്റ്റഡ് സ്പേസും കണക്റ്റഡ് ആണ്. ആൻഡ് എല്ലാ കണക്റ്റഡ് സ്പേസും പാത്ത് കണക്റ്റഡ് ആവണമെന്നില്ല. പക്ഷേ ആറിൽ എല്ലാ കണക്റ്റഡ് സ്പേസും പാത്ത് കണക്റ്റഡ് ആണ്. കാരണം അവിടെ ഇൻ്റർവെൽസ് മാത്രമേ കണക്റ്റഡ് സ്പേസ് ആയിട്ട് വരുന്നുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ എന്താണ് പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ Rnലുള്ള ഏതൊരു ഓപ്പൺ കണക്റ്റഡ് സ്പേസ് എടുത്താലും സബ്സെറ്റ് എടുത്താലും അതെല്ലാം പാത്ത് കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിത് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആർബിട്രറി ആയിട്ടൊരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് O ഇൻ Rn കൺസിഡർ ചെയ്തു. O എന്താണ്? O ഓപ്പണുമാണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഞാൻ ലെറ്റ് എ ബിലോങ്സ് ടു O എന്നെടുത്തു. ആൻഡ് ലെറ്റ് UA be the set of all x belongs to O such that there is a path in O joining A and X. അപ്പോൾ ഞാൻ ഓയിൽ നിന്ന് ആർബിട്രേറ്റ് ഒരു പോയിൻ്റ് എ എടുത്തു. ആൻഡ് UA എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്തു. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഞാൻ O എന്ന് പറയുന്നൊരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് എടുത്തു. അപ്പോൾ ഓപ്പൺ ആണ്, അതായത് ഞാൻ ഇൻറ്റീരിയർ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആർബിട്രേറ്റ് ഒരു പോയിൻ്റ് എ എടുത്തു. അപ്പോൾ UA എന്ന് പറയുന്ന സെറ്റിൽ വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഓയിലുള്ള പോയിൻറ്റ്സ് എക്സ് ആണ്. ആ ഒരു പോയിൻ്റ് ഈ പറഞ്ഞിരിക്കുന്ന UAയിൽ വരണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഈ സെറ്റ് ഓയിൽ തന്നെ, ഈ ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ഓയിൽ തന്നെ എനെയും എക്സിനെയും ജോയിൻ ചെയ്യുന്നൊരു പാത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ എക്സ് ബിലോങ്സ് ടു UA ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് UA ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. Now I am going to prove that UA is open. അപ്പോൾ UA ഓപ്പൺ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് UA is open.
അപ്പോൾ നമ്മൾക്കൊരു സെറ്റ് ഒ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഫോർ ഈച്ച് പോയിന്റ് എക്സ് ഇൻ ഒ ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ ബോൾ സെൻറ്റേർഡ് അറ്റ് എക്സ് സച്ച് ദാറ്റ് വിച്ച് കണ്ടെയ്ൻഡ് ഇൻ ഒ. ഇങ്ങനൊരു ഇത് നമ്മൾക്ക് ഓയിലുള്ള എല്ലാ പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ഇങ്ങനൊരു ഓപ്പൺ ബോൾ ഉണ്ടെങ്കിൽ എന്താണ്? ഒ ഓപ്പൺ ആണെന്ന് പറയാം. ഇതൊരു ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്കിവിടെ യു എ ഓപ്പൺ ആണെന്ന് പറയാൻ യു എയിൽ നിന്ന് ഏത് പോയിൻ്റ് എടുത്താലും അബൌട്ട് ദാറ്റ് പോയിൻറ്റിലൊരു ഓപ്പൺ ബോൾ യു എയിൽ കണ്ടെയ്ൻഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ലെറ്റ് എക്സ് ബിലോങ്സ് ടു യു എ എന്നെടുത്തു. ആൻഡ് യു എയിൽ വരുന്ന പോയിൻറ്റ്സ് എന്താണ്? ഓയിലുള്ള ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഒയും ആണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു യു എ ആണ്, അതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു ഒ ആണ്. ഒ ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ ബോൾ ബി ഓഫ് എക്സ് ആർ സച്ച് ദാറ്റ് ബി ഓഫ് എക്സ് ആർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഒ. ഒ ഓപ്പൺ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ബോൾ ഉണ്ടെന്ന് നമ്മൾക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇനി ബി ഓഫ് എക്സ് ആർ നോക്കാം. നമുക്ക് എന്തറിയാം? എല്ലാ ഓപ്പൺ ബോൾസുകളും കോൺവെക്സ് ആണ്. എല്ലാ ഓപ്പൺ ബോൾസുകളും കോൺവെക്സ് ആണ്. ആൻഡ് നമ്മൾ മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട് കോൺവെക്സ് സെറ്റുകളെല്ലാം തന്നെ ആർഎന്നിലുള്ള കോൺവെക്സ് സെറ്റുകളെല്ലാം തന്നെ എന്താണ്? പാത്ത് കണക്റ്റഡ് ആണെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഞാൻ ബി ഓഫ് എക്സ് ആർ എന്താണ്? ബി ഓഫ് എക്സ് ആർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി ഓഫ് എക്സ് ആറിൽ നിന്ന് ഏത് പോയിൻ്റ് വൈ എടുത്താലും ബി ഓഫ് എക്സ് ആർ കോൺവെക്സ് ആയതുകൊണ്ട് അത് പാത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിലുള്ള ഏത് പോയിൻറ്റിലോട്ടും എക്സിൽ നിന്ന് എന്തുണ്ടായിരിക്കും? പാത്ത് ഉണ്ടായിരിക്കും. സോ നമ്മൾക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എ പാത്ത് ഇൻ ബി ഓഫ് എക്സ് ആർ joining എക്സ് ആൻഡ് വൈ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾക്ക് എക്സ് യു എയിൽ വരുന്നതിൻ്റെ മീനിങ് എന്താണ്? എക്സ് എനെയും എക്സിനെയും ജോയിൻ ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ടെന്നാണ്. പാത്ത് P1 എന്നെടുത്തു. അപ്പോൾ ഇനി വൈ ബിലോങ്സ് ടു ബി എക്സ് ആർ ആയതുകൊണ്ടും ബി ഓഫ് എക്സ് ആർ പാത്ത് കണക്റ്റഡ് ആയതുകൊണ്ടും ഞാൻ ബി ഓഫ് എക്സ് ആറിൽ നിന്ന് ഏത് പോയിൻ്റ് വൈ എടുത്താലും ആ വൈയിനെയും എക്സിനെയും ജോയിൻ ചെയ്യുന്നൊരു പാത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ എക്സിനെയും വൈയിനെയും ജോയിൻ ചെയ്യുന്നൊരു പാത്ത് P2 ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് പാത്തിൻ്റെ ടെർമിനൽ പോയിൻ്റ് സെക്കൻഡ് പാത്തിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഗ്ലോയിങ് ലെമ്മ വെച്ചിട്ട് അല്ലെങ്കിൽ തൊട്ട് മുന്നേ പാത്ത് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തു. അത് പ്രകാരം എന്താണ്? P1 സ്റ്റാർ P2 എന്ന് പറയുന്നത് എനെയും വൈനെയും ജോയിൻ ചെയ്യുന്ന പാത്തായിരിക്കും. ആൻഡ് ഈ എനെയും എക്സിനെയും ജോയിൻ ചെയ്യുന്ന പാത്ത് ഓയിലുള്ളതാണ്. എക്സിനെയും വൈനെയും ജോയിൻ ചെയ്യുന്ന പാത്ത് ബി ഓഫ് എക്സ് ആറിലുള്ളതാണ്. ബി ഓഫ് എക്സ് ആർ കണ്ടെയ്ൻഡ് ഇൻ ഓ ആയതുകൊണ്ട് ആ പാത്തും ഓയിലുണ്ട്. സോ ഇൻ ടോട്ടൽ ഇവിടെ P1 സ്റ്റാർ P2 എന്ന് പറയുന്ന ഈ ഒരു പാത്ത് ഓയിലുള്ള പാത്താണ്. അത് എന്തിനെ ജോയിൻ ചെയ്യുന്നു? എനെയും വൈനെയും ജോയിൻ ചെയ്യുന്നു. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ബി ഓഫ് എക്സ് ആറിലുള്ള പോയിൻ്റായ വൈ എവിടെ ഉണ്ടെന്നാ? യു എയിലുണ്ടെന്നാ. യു എയുടെ ഡെഫിനേഷൻ പ്രകാരം എന്താണ്? യു എയിൽ എയുമായിട്ട് ജോയിൻ എന്താണ്? പാത്ത് കണക്ഷനുള്ള എല്ലാ പോയിൻറ്റ്സും ഉണ്ടായിരിക്കും. അപ്പോൾ വൈക്കും എക്കും പാത്ത് കണക്ഷൻ ഉള്ളത് കൊണ്ട് വൈ എവിടെ ഉണ്ട്? യു എയിലുണ്ടെന്ന് കേട്ടാം. അപ്പോൾ ബി ഓഫ് എക്സ് ആറിലുള്ള എല്ലാ പോയിൻറ്റ്സും എന്താണ്? അപ്പോൾ യു എയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? ഫോർ ഈച്ച് എക്സ് ഇൻ യു എ ദർ ഈസ് എൻ ഓപ്പൺ ബോൾ വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് എന്താണ്? യു എ എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റാണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഫോർ എനി 2 പോയിൻറ്റ്സ് എ ബി ഇൻ ഒ നമ്മൾക്കിവിടെ ഡിഫൈൻ ചെയ്തതുപോലെ യു എസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്ക് കറസ്പോണ്ടിങ് യു എയും ബിക്ക് കറസ്പോണ്ടിങ് യു ബിയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ യു എ ഇൻ്റർസെക്ഷൻ യു ബി എന്ന് പറയുന്നത് എം ടി സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യു എ ഈക്വൽ ടു യു ബി ആയിരിക്കും.
എന്താ പറഞ്ഞത്, ഒന്നുകിൽ അത് രണ്ടും ഡിസ്ജോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ സെറ്റ് ആയിരിക്കും. ഏത് രണ്ട് സെറ്റാണ് നമുക്ക് രണ്ട് പോസിബിലിറ്റി വരുള്ളൂ. ഒന്ന് ഇൻ്റർസെക്ഷൻ എം ടി ആവാം, അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആവാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് പ്രൂവ് ചെയ്യാനുള്ളൂ, ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആണെങ്കിൽ അതെന്തായാലും ഐഡൻറ്റിക്കൽ സെറ്റ് ആയിരിക്കണം എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എക്സ് ബിലോങ്സ് ടു യു എ ഇൻ്റർസെക്ഷൻ യു ബി എടുത്തു. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു യു ബി. അപ്പോൾ എക്സ് ബിലോങ്സ് ടു യു എ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, ദർ ഈസ് എ പാത്ത് ഇൻ ഒ ജോയിനിങ്. ഇപ്പോൾ ഞാൻ ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു യു എ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് എനെയും എക്സിനെയും ജോയിൻ ചെയ്യുന്നൊരു പാത്ത് ഓയിലുണ്ടായിരിക്കും. ഇനി എക്സ് ബിലോങ്സ് ടു യു ബി ആയതുകൊണ്ട് എക്സിനെയും ബിനെയും ജോയിൻ ചെയ്യുന്നൊരു പാത്ത് ഓയിൽ കണ്ടേണ്ടായിരിക്കും അല്ലേ. നമ്മൾ അങ്ങനെയാണ് യു എസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നോക്കിക്കേ, ഇവിടെ ഒരു പാത്തിൻ്റെ ടെർമിനൽ പോയിന്റ് സെക്കൻഡ് പാത്തിൻ്റെ ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇൻ ടോട്ടൽ ഇവിടെ ഈ രണ്ട് പാത്തിൻ്റെ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് എയിൽ നിന്നും ബിയിലോട്ടുള്ള പാത്തായിരിക്കും. ആൻഡ് ദാറ്റ് പാത്ത് ലൈസ് ഇൻ ഒ. അപ്പോൾ നമ്മൾക്ക് എന്താണ് എക്സ് ബിലോങ്സ് ടു യു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു യു ബി ഇംപ്ലൈസ് ദാറ്റ് ദർ ഈസ് എ പാത്ത് ഇൻ ഒ ജോയിനിങ് എ ആൻഡ് ബി എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, എയും ബിയും പാത്ത് കണക്റ്റഡ് ആണ് കിട്ടി. അപ്പോൾ എന്താണ് നമ്മൾക്ക് അപ്പോൾ എയും ബിയും പാത്ത് കണക്റ്റഡ് ആണെന്ന് കിട്ടിയേ. ഇനി ഞാൻ യു എ ഈക്വൽ ടു യു ബി എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ വൈ ബിലോങ്സ് ടു യു എ എടുത്തു. അപ്പോൾ വൈ ബിലോങ്സ് ടു യു എ ആയതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, വൈയിൽ നിന്ന് എയിലോട്ട് ഒരു പാത്തുണ്ട്, വൈനെയും എനെയും ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു പാത്ത് ഓയിൽ ഉണ്ടെന്നാണ്. ആൻഡ് നമ്മൾക്ക് എന്തറിയാം, എയും ബിയും പാത്ത് കണക്റ്റഡ് ആണ്. സോ ദർ ഈസ് എ പാത്ത് ജോയിനിങ് എ ആൻഡ് ബി. അപ്പോൾ ഈ ഒരു പാത്തിൽ നോക്കിക്കേ, വൈയിൽ നിന്ന് എയിലോട്ടും എയിൽ നിന്ന് ബിയിലോട്ടും. അപ്പോൾ ഈ രണ്ട് പാത്തിൻ്റെയും ഒന്നിൻ്റെ ടെർമിനൽ പോയിന്റ് സെക്കൻഡ് വണ്ണിൻ്റെ ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു പാത്ത് എന്താണ്, വൈനെയും ബിനെയും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി ഈസ് പാത്ത് കണക്റ്റഡ് ടു വൈ എന്ന് കിട്ടി. അപ്പോൾ ദിസ് ഇംപ്ലൈസ് വൈ ബിലോങ്സ് ടു യു ബി. ഇനി തിരിച്ചിതുപോലെ വൈ ബിലോങ്സ് ടു യു ബി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സെയിം കണ്ടീഷൻസ് അസ്യൂം ചെയ്തിട്ട് നമ്മൾക്ക് വൈ ബിലോങ്സ് ടു യു എ എന്നും പറയാം. സോ നമ്മൾക്ക് എന്ത് കിട്ടി, വൈ ബിലോങ്സ് ടു യു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൈ ബിലോങ്സ് ടു യു ബി എന്ന് കിട്ടി. സോ യു എ ഇസ് ഈക്വൽ ടു യു ബി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, ഇപ്പോൾ ഒന്നുകിൽ യു എസ് രണ്ട് യു എ യു ബി കൺസിഡർ ചെയ്യാച്ചാൽ അതൊന്നുകിൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഈക്വൽ സെറ്റുകളായിരിക്കണം. ഇനി നമ്മൾ ഒ പാത്ത് കണക്റ്റഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോസ് ഒ ഈസ് നോട്ട് പാത്ത് കണക്റ്റഡ്, ഒ പാത്ത് കണക്റ്റഡ് അല്ലെന്ന് സപ്പോസ് ചെയ്യാം ഒ ഈസ് നോട്ട് പാത്ത് കണക്റ്റഡ്. അപ്പോൾ ഒ പാത്ത് കണക്റ്റഡ് അല്ല എന്നതുകൊണ്ട് ആവാൻ എന്താ കണ്ടീഷൻ, ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ആ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്നൊരു പാത്ത് ഓയിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ പാത്ത് കണക്റ്റഡ് അല്ല എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, there exists a pair of points AB in O such that there is no path joining A and B which cannot be joined by any path in O. ആണല്ലോ, അതാണ് എൻ്റെ പാത്ത് കണക്റ്റഡ് അല്ല എന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഞാൻ ഈ എക്ക് കറസ്പോണ്ടിങ് യു എയും ബിക്ക് കറസ്പോണ്ടിങ് യു ബിയും എടുത്തു. അപ്പോൾ എന്താണ് യു എ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിൻ്റ് എയുമായിട്ട് പാത്ത് കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആണ്. അപ്പോൾ ഒയിലുള്ളൊരു പോയിൻ്റായ ബി യു എയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, യു എ ഈസ് നോട്ട് ഈക്വൽ ടു ദ ഓപ്പൺ സെറ്റ് ഒ എന്ന് പറയാം. ആൻഡ് വൺ മോർ തിങ്,
യു എ ഇൻ്റർസെക്ഷൻ യു ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ടി സെറ്റും വരും. അപ്പോൾ ബി ഡസ് നോട്ട് ബിലോങ്സ് ടു യു എ ആയതുകൊണ്ട് യു എ നോട്ട് ഈക്വൽ ടു ഒ ആണ്. യു എ ഇൻ്റർസെക്ഷൻ യു ബിയും എം ടി ആവണം. എന്താണ് നമ്മൾക്ക് അതിന് രണ്ട് യു എയും യു ബിയും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഈക്വൽ ആവണം, അല്ലെങ്കിൽ അതെന്തായിരിക്കണം? ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. ഇവിടെ ബി എന്ന് പറയുന്നത് യു ബിയിലുണ്ട്, എന്നാൽ അത് യു എയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യു ബിയും യു എയും ഈക്വൽ അല്ലെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈക്വൽ അല്ലാത്തത് കൊണ്ട് പിന്നെ എന്താ കണ്ടീഷൻ? യു എ ഇൻ്റർസെക്ഷൻ യു ബി എന്ന് പറയുന്നത് എം ടി സെറ്റ് വന്നു. ഇനി ഞാൻ വി എന്ന് പറയുന്നൊരു സെറ്റ് എടുക്കുന്നു, വിച്ച് ഈസ് ദ സെറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഓൾ യു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഒ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു യു എ. എന്തെടുക്കുന്നു? യു എയിലില്ലാത്തൊരു പോയിൻ്റ് എടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? എയുമായിട്ട് പാത്ത് കണക്റ്റഡ് അല്ലാത്ത പോയിൻ്റ് എക്സ് ഇൻ ഒ കൺസിഡർ ചെയ്യുക. ആൻഡ് അതിന് കറസ്പോണ്ടിങ് യു എക്സുകൾ എടുക്കുക. അപ്പോൾ ആ യു എക്സിലെല്ലാം തന്നെ എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടായിരിക്കും. ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു യു എയുമാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? യു എക്സും യു എയും ഈക്വൽ സെറ്റുകളല്ല. അപ്പോൾ പിന്നെ എന്താ പോസിബിലിറ്റി? യു എക്സ് ഇൻ്റർസെക്ഷൻ യു എ എന്ന് പറയുന്നത് എന്തായിത്തീരും? എം ടി ആയിത്തീരും. ഇത്തരത്തിലുള്ള എല്ലാ യു എക്സുകളുടെയും യൂണിയൻ കൺസിഡർ ചെയ്യാം. അതാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് യു എക്സുകളെല്ലാം ഓപ്പൺ ആണ്. ആ യു എക്സുകളുടെ യൂണിയനാണ് വി. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് വി ഈസ് ഓപ്പൺ ഇൻ ഒ. അപ്പോൾ വി ഈസ് ഓപ്പൺ ഇൻ ഒ ആണ്. ആൻഡ് യു എ എന്ന് പറയുന്നതും ഓപ്പൺ ഇൻ ഒ ആണ്. ആൻഡ് നമ്മൾക്കിവിടെ യു എയും എന്താണ്? യു എയിൽ എ വരുന്നത് കൊണ്ട് യു എ നോൺ എം ടി സെറ്റാണ്. ആൻഡ് വിയിൽ ബി, നേരത്തെ പറഞ്ഞ പോയിൻ്റായ ബി വരുന്നത് കൊണ്ട് വിയും നോൺ എം ടി സെറ്റാണ്. അപ്പോൾ യു എയും യു ബിയും നോൺ എം ടി സെറ്റാണ്. ആൻഡ് ഇതിൽ വരുന്ന ഒരു യു എക്സിന് പോലും യു എയുമായിട്ട് ഇൻ്റർസെക്ഷൻ വരുന്നില്ല, ഡിസ്ജോയിൻ്റ് സെറ്റുകളാണ്. അപ്പോൾ വിയും എന്താണ്? എ യു എയുമായിട്ട് ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ വി ഇൻ്റർസെക്ഷൻ യു എ എന്ന് പറയുന്നത് എന്താണ്? എം ടി. ആൻഡ് നമ്മൾക്ക് എന്ത് എഴുതാം? ആൻഡ് വി യൂണിയൻ യു എ എന്ന് പറയുന്നത് എന്താണ്? ഒ ആണ്. അപ്പോൾ വി യൂണിയൻ യു എ എന്ന് പറയുന്നത് ദ ഹോൾ സെറ്റ് ഓപ്പൺ സെറ്റ് ഒയും യു എ എം ടി സെറ്റും വി എം ടി സെറ്റും ഇൻ്റർസെക്ഷൻ യു എ നോൺ എം ടി സെറ്റും വി നോൺ എം ടി സെറ്റും ഇൻ്റർസെക്ഷൻ എം ടി സെറ്റും ആയതുകൊണ്ട് ഈ വിയും യു എയും എന്തായിത്തീരും? ദീസ് ആർ ദ ഡിസ്ജോയിൻറ്റ് നോൺ എം ടി open sets in O such that O can be written as the union of these two open sets. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താ പറയുക? ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ഉള്ളത് കൊണ്ട് O എന്താണ്? O ഈസ് ഡിസ്കണക്റ്റഡ് എന്ന് വരും. പക്ഷെ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു? O കണക്റ്റഡ് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത തെറ്റാണ്. അതായത് പാത്ത് കണക്റ്റഡ് അല്ല എന്ന് അസ്യൂം ചെയ്തപ്പോഴാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്. സോ ഒ മസ്റ്റ് ബി പാത്ത് കണക്റ്റഡ്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നോട്ട് ചെയ്യുക. ആർഎന്നിലുള്ള എല്ലാ പാത്ത് കണക്റ്റഡ് സെറ്റുകളും എല്ലാ കണക്റ്റഡ് സെറ്റുകളും പാത്ത് കണക്റ്റഡ് ആവണമെന്നില്ല. പക്ഷേ ഓപ്പൺ കണക്റ്റഡ് സെറ്റുകളാണെങ്കിൽ അതെല്ലാം തന്നെ പാത്ത് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് തിയറം 5.13 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് എ സ്പേസ് ആണ്. ആൻഡ് എ ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു ഐ, എ ഫാമിലി ഓഫ് path connected subsets of X for which intersection alpha belongs to I, A alpha
is not empty. Then union alpha belongs to I, A alpha is path connected. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർബിട്രേറ്റ് എ ഫാമിലി ഓഫ് പാത്ത് കണക്റ്റഡ് സെറ്റുകൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ എല്ലാ പാത്ത് കണക്റ്റഡ് സെറ്റുകൾക്കും നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ ആണുള്ളത്. അപ്പോൾ ഇതിനെല്ലാം കോമൺ ആയിട്ടൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? നോട്ട് എംപ്റ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇതിലൊരു പോയിൻ്റ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു യൂണിയൻ എന്താണ്? പാത്ത് കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ the family A alpha such that alpha belongs to I. These are the family of path connected set. അപ്പോൾ നമ്മൾക്ക് യൂണിയൻ ആൽഫ ബിലോങ്സ് ടു ഐ, എ ആൽഫ പാത്ത് കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു സെറ്റ് പാത്ത് കണക്റ്റഡ് ആവുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെറ്റ് എ എടുക്കുകയാണെങ്കിൽ അത് പാത്ത് കണക്റ്റഡ് ആവുന്നത് എപ്പോഴാണ്? ഇതിലുള്ള ഏത് രണ്ട് പോയിൻ്റ് എ ബി എടുത്താലും ആ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്നൊരു പാത്ത് എ ബി ഈ സെറ്റിലുണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ആർബിട്രേറ്റ് രണ്ട് പോയിൻറ്റ്സ് എടുത്തു. ഇനി ഈ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്നൊരു പാത്ത് ഈ യൂണിയൻ ആൽഫ ബിലോങ്സ് ടു ഐ, എ ആൽഫയിലുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ഇൻ്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു ഐ, എ ആൽഫ എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആണ്. അപ്പോൾ ഇത് നോൺ എംപ്റ്റി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നും പറയാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോമിലാണെന്ന് പറയാം. അപ്പോൾ ഞാൻ ഏത് രണ്ട് പോയിൻ്റ് എ ബി എടുത്തു കഴിഞ്ഞാലും നമ്മൾ പ്രൂഫിൻ്റെ സ്ട്രക്ചറാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഞാൻ രണ്ട് പോയിൻറ്റ്സ് എ ബി എടുത്തു. യൂണിയൻ എന്ന് പറയുന്നത് ഈ മൊത്തത്തിലെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണല്ലോ യൂണിയൻ എന്ന് പറയുന്നത്. വരച്ചിരിക്കുന്നതിൻ്റെ എല്ലാ പാർട്ടും വരും. അപ്പോൾ എനിക്ക് ഈ ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആയതുകൊണ്ട് ഇവിടെ ഒരു പോയിൻ്റ് എക്സ് പറയാം. അപ്പോൾ ഈ എക്സ് എന്താണ്? ബീനെ കണ്ടെയ്ൻ ചെയ്യുന്ന എ ആൽഫ വണ്ണിലുണ്ട്. അപ്പോൾ ഈ എ ആൽഫ വണ്ണ് പാത്ത് കണക്റ്റഡ് ആണ്, അതിൽ എക്സും ബിയും ഉണ്ട്. അപ്പോൾ അതിനെ ജോയിൻ ചെയ്യുന്നൊരു പാത്ത് എ ആൽഫ വണ്ണിലുണ്ട്. ഇനി ഞാൻ എക്സ് ഇൻ്റർസെക്ഷനിലുള്ളത് കൊണ്ട് എക്സ് എന്തിലുണ്ട്? എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു പാത്ത് കണക്റ്റഡ് സെറ്റ് എ ആൽഫ ടുവിലും ഉണ്ടായിരിക്കും. അപ്പോൾ എ ആൽഫ ടു പാത്ത് കണക്റ്റഡ് ആണ്, അതിലുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ് എയും എക്സും. അപ്പോൾ എനെയും എക്സിനെയും ജോയിൻ ചെയ്യുന്നൊരു പാത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? ഈ യൂണിയനിലുള്ള ഈ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഈ രണ്ട് പാത്തുകൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? എനെയും ബിനെയും ജോയിൻ ചെയ്യുന്ന പാത്താണ്. ഈ യൂണിയനിൽ തന്നെ ഉള്ളൊരു പാത്താണ്. സോ എയും ബിയും ക്യാൻ ബി ജോയിൻഡ് ബൈ എ പാത്ത്. അപ്പോൾ ഇങ്ങനെ ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും നമ്മൾക്ക് ജോയിൻ ചെയ്യാനൊരു പാത്ത് കിട്ടുന്നുണ്ട്. സോ യൂണിയൻ ഈസ് പാത്ത് കണക്റ്റഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. അപ്പോൾ എ ബിലോങ്സ് ടു, അപ്പോൾ ഇത് നോൺ എംപ്റ്റി ആയതുകൊണ്ട് ലെറ്റ് എക്സ് ബിലോങ്സ് ടു യുവർ ഇൻ്റർസെക്ഷൻ എന്നെടുത്തു. അപ്പോൾ ഞാൻ എ ബിലോങ്സ് ടു യൂണിയൻ ആൽഫ ബിലോങ്സ് ടു എ ആൽഫ എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു എ ആൽഫയിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും എ. സോ ലെറ്റ് എ ബിലോങ്സ് ടു എ ആൽഫ വൺ ഫോർ സം ആൽഫ വൺ ബിലോങ്സ് ടു ഐ എന്നെടുത്തു. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ദിസ് ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ആൽഫ വണ്ണും ആയിരിക്കും. സോ എ ബിലോങ്സ് ടു എ ആൽഫ വണ്ണും എക്സ് ബിലോങ്സ് ടു എ ആൽഫ വണ്ണും എ ആൽഫ വണ്ണ് പാത്ത് കണക്റ്റഡ് ആയതുകൊണ്ട് ദിസ് ഇംപ്ലൈസ് ദാറ്റ് there is a path in A alpha 1 path P1 in A alpha 1 joining A and X എന്ന് പറയാം. ഇനി ലെറ്റ് ബി ബിലോങ്സ് ടു എ ആൽഫ ടു എന്നെടുത്തു. കാരണം ബി ബിലോങ്സ് ടു യൂണിയൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു എ ആൽഫ ടുവിൽ ബി ഉണ്ടായിരിക്കും. സോ ബി ബിലോങ്സ് ടു എ ആൽഫ ടു എന്നെടുത്തു. അപ്പോൾ എക്സ് ഈ ഒരു ഇൻ്റർസെക്ഷനിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു എ ആൽഫ ടുവും ആയിരിക്കും. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ ആൽഫ ടുവും ബി ബിലോങ്സ് ടു എ ആൽഫ ടുവുമാണ്. ആൻഡ് ഈ ഒരു എ ആൽഫ ടു എന്ന് പറയുന്ന സെറ്റ് പാത്ത് കണക്റ്റഡ് ആണ്. സോ ദർ ഈസ് എ പാത്ത് ജോയിനിങ്
എക്സ് ആൻഡ് ബി എന്ന് കിട്ടി. അപ്പോൾ എയിൽ നിന്ന് എക്സിലോട്ടൊരു പാത്തുണ്ട്, എക്സിൽ നിന്ന് ബിയിലോട്ട് പാത്തുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, അത് രണ്ടും കൂടി ചേർത്ത് പാത്ത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന പാത്ത് എന്തായിരിക്കും, വിച്ച് ഇസ് എ പാത്ത് ജോയിനിങ് എ ആൻഡ് ബി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും നമ്മൾക്ക് എന്താണ്, ഒരു പാത്ത് കണക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ അത് പ്രകാരം എന്താണ് നമ്മൾക്ക് ഈ ഒരു യൂണിയൻ ആൽഫ ബിലോങ്സ് ടു എ, ആൽഫ ബിലോങ്സ് ടു ഐ, എ ആൽഫ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഞാനിതിനെ P1 എന്നെടുത്തു, സെക്കൻഡ് പാത്തിനെ എക്സിൽ നിന്ന് ബിയിലോട്ടുള്ള പാത്തിനെ P2 എന്നും എടുത്തു. അപ്പോൾ P1 എ ആൽഫ 1ലുള്ള ഒരു പാത്താണ്, P2 എ ആൽഫ 2ലുള്ള പാത്താണ്. അപ്പോൾ എനിക്ക് P1ഉം P2ഉം എ ആൽഫയിലുള്ള യൂണിയൻ ആൽഫ ബിലോങ്സ് ടു ഐ, എ ആൽഫയിലുള്ള പാത്താണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് P1 സ്റ്റാർ P2 എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടുള്ളൊരു പാത്തായിരിക്കും, ആൻഡ് വിച്ച് ലൈസ് ഇൻ ദിസ് യൂണിയനുമാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, എനെയും ബിനെയും which can be joined by a path in union alpha belongs to I, a alpha എന്ന് പറയാം. So this implies that the union alpha belongs to I, a alpha is path connected. ഇനി ഈ ഒരു സെക്ഷനിൽ നെക്സ്റ്റ് റിസൾട്ട് തിയറം 5.14 സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, കൺസിഡർ എ സീക്വൻസ് an of which is a family of sequence of path connected subsets of a space X. ഇപ്പോൾ എക്സിലുള്ള എ സീക്വൻസ് ഓഫ് പാത്ത് കണക്റ്റഡ് സബ്സെറ്റ്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ആൻഡ് വിത്ത് വൺ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, A1 A2 എക്സെട്ര AN എക്സെട്ര കൺസിഡർ ഈ സീക്വൻസ് എടുത്താൽ ഇതിൽ ഏത് ഇൻഡെക്സ് n എടുത്താലും AN എന്ന് പറയുന്ന സെറ്റിന് അതിൻ്റെ പ്രെസീഡിങ്സ് സെറ്റുമായിട്ടൊരു ഏതെങ്കിലും ഒന്നായിട്ടെങ്കിലും നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്, ദ യൂണിയൻ n = 1 to infinity AN എന്ന് പറയുന്നത് പാത്ത് കണക്റ്റഡ് ആയിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം, ഞാൻ ഇത്തരത്തിൽ ഇത് ഇൻഡക്ഷൻ, വി വിൽ പ്രൂവ് ദിസ് ബൈ ഇൻഡക്ഷൻ മെത്തേഡ്. ഫോർ n = 2 കൺസിഡർ A1 യൂണിയൻ A2. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് പ്രകാരം A2ന് അതിൻ്റെ പ്രെസീഡിങ് സെറ്റുമായിട്ട് നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ഒരൊറ്റ സെറ്റേ വരുന്നുള്ളൂ. അപ്പോൾ A2 ഇൻ്റർസെക്ഷൻ A1 എന്ന് പറയുന്നത് എന്താണ്, നോൺ എംപ്റ്റി ആണ്. ആൻഡ് A1ഉം A2ഉം പാത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം A1 യൂണിയൻ A2 പാത്ത് കണക്റ്റഡായി. അപ്പോൾ A1 യൂണിയൻ A2 ഈസ് പാത്ത് കണക്റ്റഡ്. ഇനി ഞാൻ A1 യൂണിയൻ A2 യൂണിയൻ A3 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്ന പ്രകാരം A1 യൂണിയൻ A2 പാത്ത് കണക്റ്റഡ് ആണ്. ആൻഡ് A3 അതിൻ്റെ പ്രെസീഡിങ്സ് സെറ്റുമായിട്ട് എന്താണ്, നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്താണ്, ഒന്നുകിൽ A3 ഇൻ്റർസെക്ഷൻ A2 നോൺ എംപ്റ്റി ആയിരിക്കും, അല്ലെങ്കിൽ A3 ഇൻ്റർസെക്ഷൻ A1 നോൺ എംപ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഏതിനോട് തന്നെ ആയാലും നമ്മൾ A1 യൂണിയൻ A2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്, A3 ഇൻ്റർസെക്ഷൻ A1 യൂണിയൻ A2 എന്ന് പറയുന്നത് നോൺ എംപ്റ്റി സെറ്റായിരിക്കും. അപ്പോൾ ഈ A1 യൂണിയൻ A2 യൂണിയൻ A3യിൽ A1 യൂണിയൻ A2 പാത്ത് കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ A1 യൂണിയൻ A2 പാത്ത് കണക്റ്റഡ് ആണ്, A3 പാത്ത് കണക്റ്റഡ് ആണ്, ആൻഡ് ദർ ഇൻ്റർസെക്ഷൻ ഈസ് നോൺ എംപ്റ്റി. അപ്പോൾ തൊട്ട് മുന്നത്തെ റിസൾട്ട് പ്രകാരം നമ്മൾക്ക് എന്താണ്, A1 യൂണിയൻ A2 യൂണിയൻ A3 പാത്ത് കണക്റ്റഡ് ആണെന്ന് പറയാം. ഇനി സപ്പോസ് അസ്യൂം ചെയ്യുക A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AK-1 പാത്ത് കണക്റ്റഡ് ആണെന്ന് അസ്യൂം ചെയ്തു. നമ്മൾക്ക് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AK-1 യൂണിയൻ AK പാത്ത് കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഒരു യൂണിയനിൽ ഈ ഒരു സെറ്റാണ് പാത്ത് കണക്റ്റഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെറ്റും ഈ ഒരു യൂണിയൻ
ഞാൻ ബി എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ കെ എന്ന് വരും. അപ്പോൾ ബിയും പാത്ത് കണക്റ്റഡ് ആണ്, എ കെയും പാത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളുടെ അസംഷൻ പ്രകാരം നമ്മൾക്ക് എന്താണ് എ കെക്ക് ഈ യൂണിയനിൽ എഴുതിയിരിക്കുന്ന പാത്ത് കണക്റ്റഡ് സെറ്റ്സിൽ സം സെറ്റ്സിനോട് നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, എ കെയും ഈ യൂണിയനും അതായത് ബിയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആണെന്ന്. അപ്പോൾ എ കെയും ബിയും എന്താണ് നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ കോമൺ പോയിൻറ്റ്സ് വരുന്ന രണ്ട് പാത്ത് കണക്റ്റഡ് സെറ്റുകളാണ്. സോ ബി യൂണിയൻ എ കെ എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ റിസൾട്ട് പ്രകാരം ഈ ഒരു യൂണിയൻ പാത്ത് കണക്റ്റഡ് ആയിരിക്കും. അതായത് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ എ കെ പാത്ത് കണക്റ്റഡ് ആണെന്ന് കിട്ടി. സോ ബൈ ഇൻഡക്ഷൻ നമ്മൾക്ക് എന്ത് പറയാം, ദിസ് ഈസ് ട്രൂ ഫോർ എനി നാച്ചുറൽ നമ്പർ n. Therefore the union n is equal to 1 to infinity an is path connected. ഇനി നമ്മൾ നെക്സ്റ്റ് പാത്ത് കോമ്പോണൻ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു സെറ്റ്, ഞാൻ സം സെറ്റ് എക്സ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതാണ് മൊത്തം പ്ലെയിൻ ആണ് വരുന്നത്. ഈ ബോർഡ് മൊത്തത്തിൽ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഈ പ്ലെയിനിൽ ഞാൻ ഇതൊരു സെറ്റ് എ, ഇത് ബി എന്നെടുത്തു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ആണ് എൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഞാൻ എയിൽ നിന്ന് ഇൻറ്റീരിയർ മാത്രമാണ്, ഈ ബോർഡറിൽ വരച്ചിരിക്കുന്ന ലൈന് വരുന്നില്ല. അപ്പോൾ ബോർഡറിൽ വരച്ചിരിക്കുന്ന ലൈന് വന്നാലും ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഇതിൽ നിന്ന് ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും എനിക്ക് എന്താണ് ആ രണ്ട് പോയിൻറ്റിനെ ഒരു പാത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അതുപോലെ ബിയിലുള്ള ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും ആ രണ്ട് പോയിൻറ്റ്സിനെ ഒരു പാത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ എ ഇറ്റ് സെൽഫ് പാത്ത് കണക്റ്റഡ് ആണ്, ബി ഇറ്റ് സെൽഫ് പാത്ത് കണക്റ്റഡ് ആണ്. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് ഈ രണ്ട് സെറ്റിൻ്റെ യൂണിയൻ ആണല്ലോ. അപ്പോൾ ഞാൻ എയിൽ നിന്നൊരു പോയിൻറ്റും ബിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിൻറ്റും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്ന് സെക്കൻഡ് പോയിന്റിലോട്ട് ഒരു പാത്ത് പോലും വരുന്നില്ല. എങ്ങനെ, ആ പാത്ത് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ എക്സിൽ തന്നെ ലൈ ചെയ്യുന്ന രീതിയിൽ പാത്ത് വരുന്നില്ല. കാരണം എന്താണ്, ഈ ഒരു പാർട്ട് ഏത് പാത്ത് കൺസിഡർ ചെയ്താലും ഇങ്ങനെ ഒരു പാർട്ട് ആ പാത്തിന് ഔട്ട്സൈഡ് എക്സ്റ്റീരിയറിൽ ലൈ ചെയ്യുന്ന രീതിയിലുണ്ടായിരിക്കും. അതായത് എക്സ് കോംപ്ലിമെൻറ്റിൽ ലൈ ചെയ്യുന്ന രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്താണ് എയിലുള്ളൊരു പോയിൻറ്റിനെ പോലും ഒരു പോയിൻറ്റിനെയും ബിയിലുള്ള ഒരു പോയിൻറ്റിനോട് പോലും പാത്ത് വെച്ചിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾക്ക് എന്താണ് എയും ബിയും എയിലുള്ള പോയിൻറ്റ്സും ബിയിലുള്ള പോയിൻറ്റ്സും പാത്ത് കണക്റ്റഡ് അല്ല. പക്ഷേ എയിലുള്ള പോയിൻറ്റ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് പാത്ത് കണക്റ്റഡ് ആണ്, ബിയിലുള്ള പോയിൻറ്റ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് പാത്ത് കണക്റ്റഡ് ആണ്. ആൻഡ് ഇതിൽ നോക്കുക, ഇനി എക്സിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് അല്ലെങ്കിൽ എക്സിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റിൻ്റെ ഒരു പാത്ത് കണക്റ്റഡ് സബ്സെറ്റിൻ്റെ പ്രോപ്പർ സെറ്റായിട്ട് എ വരുമോ? ഇല്ലല്ലോ. ഇതിൽ എ തന്നെയാണ് ലാർജസ്റ്റ് പാത്ത് കണക്റ്റഡ് സെറ്റായിട്ട് വരുന്നത്. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു പാത്ത് കണക്റ്റഡ് പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു പാത്ത് കണക്റ്റഡ് സബ്സെറ്റ് പോലും എക്സിനില്ല. ഇതുപോലെ തന്നെ ബീനെ പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു പാത്ത് കണക്റ്റഡ് സബ്സെറ്റ് പോലും എക്സിനില്ല. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ എയിനെയും ബിയിനെയാണ് പാത്ത് കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സ്പേസ് എടുത്തു, ആ ഒരു ആർബിട്രേറ്റ്, ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതാണ്, ആർബിട്രേറ്റ് ഒരു സ്പേസ് എക്സ് എടുക്കുക. അപ്പോൾ ആ ഒരു സ്പേസിൻ്റെ പാത്ത് കോമ്പോണൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എ എന്ന് പറയുന്നൊരു സബ്സെറ്റ് എടുക്കുക. സപ്പോസ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ്, അല്ലെങ്കിൽ പി എന്ന നൊട്ടേഷൻ എടുക്കാം. അപ്പോൾ പി ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ്. അപ്പോൾ ആ ഒരു സബ്സെറ്റ് പാത്ത് കോമ്പോണൻറ്റ് ഓഫ് എക്സ് എന്ന് പറയണമെങ്കിൽ അത് പാത്ത് കണക്റ്റഡ് സെറ്റ് ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ പാത്ത് കണക്റ്റഡ് സബ്സെറ്റ് ആയിരിക്കണം. ആൻഡ് ഈ ഒരു പാത്ത് കണക്റ്റഡ് സബ്സെറ്റിനെ പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു പാത്ത് കണക്റ്റഡ് സബ്സെറ്റ് പോലും എക്സിന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പീനെ നമ്മൾ പാത്ത് കോമ്പോണൻ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ എയും ബിയും പാത്ത് കോമ്പോണൻറ്റ്സ് ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ ഷോർട്ടായി കുഞ്ഞു ബോൾസ് വരയ്ക്കുകയാണെങ്കിൽ ഇതിലുള്ള ഓരോന്നും, ഇപ്പോൾ ഞാൻ സർക്കിൾസാണ് എടുത്ത് സർക്കിളിൻ്റെ ഇൻറ്റീരിയേഴ്സ് എടുക്കുന്നു. ഈ സർക്കിൾ, ഇത് 3 സർക്കിളാണെന്ന് കരുതുക, C1 C2 C3.
അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കൂടി എക്സിൽ കണ്ടെയ്ൻഡ് ആണെന്ന് കരുതുക. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്? പാത്ത് കോമ്പോണൻ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കുക. എയും ബിയും സി എന്ന് പറയുന്ന ഈ ഒരു ലൈനും ഉണ്ട്. അപ്പോൾ എന്താണ്? എനിക്ക് ഇതിലുള്ള ഏത് പോയിന്റിന് വേണമെങ്കിലും ഈ ഒരു പാത്ത് വെച്ചിട്ട് ബിയിലുള്ള പോയിന്റ്സായിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു സെറ്റിൽ ഇപ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന സെറ്റിൽ എ യൂണിയൻ ബി യൂണിയൻ സിയിൽ ഏത് 2 പോയിന്റ്സിന് വേണമെങ്കിലും നമ്മൾക്ക് പാത്ത് വെച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ പാത്ത് കോമ്പണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഹോൾ സെറ്റ് എക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും, ഒരു സ്പേസ് എക്സ് പാത്ത് കോമ്പണൻ്റ് ഇറ്റ്സെൽഫ് അത് പാത്ത് കോമ്പണൻ്റ് ആവണമെങ്കിൽ ആ എക്സ് എന്തായിരിക്കണം? പാത്ത് കണക്റ്റഡ് സ്പേസ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് എക്സ് പാത്ത് കണക്റ്റഡ് സ്പേസ് ആണെങ്കിൽ എക്സ് പാത്ത് കോമ്പണൻറ്റും ആയിരിക്കും. സോ ഈ സ്പേസ് എക്സ് ഈസ് പാത്ത് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ പാത്ത് കോമ്പണൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾക്ക് കണക്റ്റഡ്നെസ്സിൽ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ പാത്ത് കോമ്പണൻസിലും, കണക്റ്റഡ് കോമ്പണൻസിൽ പറഞ്ഞ അതേ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ പാത്ത് കോമ്പണൻസിലും സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. അവിടെ കണക്റ്റഡ് സെറ്റിനെടുത്ത് പ്രൂഫിൻ്റെ തന്നെ അതേ സ്റ്റെപ്പിനെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എക്സ് എന്ന് പറയുന്നൊരു സ്പേസ് എടുത്തു. അപ്പോൾ എക്സിൽ നിന്ന് ഏത് പോയിൻ്റ് എ എടുത്തു കഴിഞ്ഞാലും ആ പോയിൻറ്റ്സ് എല്ലാം തന്നെ എക്സാക്ട്ലി 1 പാത്ത് കോമ്പണൻറ്റിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അതിനെ എന്താണ് നമ്മൾക്ക് പി എ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എക്സിലുള്ള ഏത് പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അത് എക്സാക്ട്ലി 1 പാത്ത് കോമ്പണൻറ്റിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അതായത് ഒന്നിൽ കൂടുതൽ പാത്ത് കോമ്പണൻറ്റിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരത്തില്ല. ആൻഡ് ഈ പി എ പാത്ത് കോമ്പണൻറ്റ് പി എ, അതായത് വിച്ച് ഈസ് ദ പാത്ത് കോമ്പണൻറ്റ് ഓഫ് എക്സ് കണ്ടെയ്നിങ് എ, അതുകൊണ്ടാണ് ഇങ്ങനെ പി എ എന്ന് പറഞ്ഞ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ പാത്ത് കണക്റ്റഡ് സെറ്റുകളും എടുക്കുക, അതിൻ്റെ യൂണിയനാണ് പി എ ആയിട്ട് വരിക. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഈ സ്ട്രക്ചേഴ്സ് ആണ് എനിക്ക് ഇതിൻ്റെ എ ബി സി ഡി. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ ഡി ആണ്. അപ്പോൾ ഞാനൊരു പോയിൻ്റ് എ എടുത്തു. അപ്പോൾ എ എന്ന് പറയുന്നതിൽ എ എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് തന്നെ പാത്ത് കണക്റ്റഡ് സെറ്റാണ്, വിച്ച് കണ്ടെയ്നിങ് എ ആണ്. ആൻഡ് ബിയും എനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു പാത്ത് കണക്റ്റഡ് സെറ്റാണ്. ആൻഡ് സിയും എനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു പാത്ത് കണക്റ്റഡ് സെറ്റാണ്. അപ്പോൾ എന്താണ് എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള എല്ലാ പാത്ത് കണക്റ്റഡ് സെറ്റുകളും എനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ പാത്ത് കണക്റ്റഡ് സെറ്റുകളുടെയും യൂണിയൻ എടുക്കുക. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി, ഇതായിരിക്കും ഇവിടെ പി എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് പോയിൻ്റ് എടുത്താലും എക്സിൽ നിന്ന് ഏത് പോയിൻ്റ് എടുത്താലും അത് ഏതെങ്കിലും ഒരു പാത്ത് കോമ്പണൻറ്റിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. എക്സാക്ട്ലി 1 പാത്ത് കോമ്പണൻറ്റിലേ കണ്ടെയ്ൻഡ് ആയിട്ട് വരത്തുള്ളൂ. ആൻഡ് വൺ മോർ തിങ്, ആ ഒരു പാത്ത് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ പാത്ത് കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് എടുക്കുക, അതിൻ്റെ എല്ലാം യൂണിയൻ ആയിരിക്കും പി എ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് വിൽ ബി ദ ലാർജസ്റ്റ് പാത്ത് കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് എക്സ് വിച്ച് കണ്ടെയ്നിങ് എ. ആ ഒരു പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ലാർജസ്റ്റ് പാത്ത് കണക്റ്റഡ് സെറ്റും അത് തന്നെയായിരിക്കും. ആൻഡ് ഏത് 2 പോയിൻറ്റ്സ് എ ബി എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം എ എന്ന് പറയുന്നത് ഒരു പാത്ത് കണക്റ്റഡ് സെറ്റ് പാത്ത് കോമ്പണൻറ്റ് പി എയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ബി എന്ന് പറയുന്നതും ഇതുപോലെ ഒരു പാത്ത് കോമ്പണൻറ്റ് പി ബിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് പി എ പി ബി എന്ന് പറയുന്നത് ഒന്നുകിൽ ഈക്വൽ സെറ്റുകളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ 2 സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിക്കൽ ആയിരിക്കും. അപ്പോൾ ഏത് 2 പാത്ത് കോമ്പണൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ 2 പാത്ത് കോമ്പണൻ്റ് എക്സിൽ നിന്ന് ഏത് 2 പാത്ത് കോമ്പണൻ്റ് എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ ആ 2 പാത്ത് കോമ്പണൻ്റ് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ 2 പാത്ത് കോമ്പണൻസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഇനി എക്സിലുള്ള ഏതൊരു പാത്ത് കണക്റ്റഡ് സെറ്റ് സി എടുത്താലും
ഈ പാത്ത് കണക്റ്റഡ് സെറ്റുകളെല്ലാം തന്നെ എന്താണ്, ഏതെങ്കിലും ഒരു പാത്ത് കോമ്പണൻറ്റിലും കണ്ടെയ്ൻഡ് പോയിൻറ്റ്സ് എല്ലാം ഒരു പാത്ത് കോമ്പണൻറ്റിൽ കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആ ഒരു പാത്ത് കണക്റ്റഡ് സെറ്റുകളും എന്താണ്, ഏതെങ്കിലും ഒരു എക്സാക്ട്ലി വൺ പാത്ത് കോമ്പണൻറ്റിൽ കണ്ടെയ്ൻഡ് ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പാത്ത് കോമ്പണൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. ഓക്കെ.